ഇന്ന് ഞാനുണ്ടല്ലോ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നോക്കിയേ, ഗ്രേവിക്കും ഇതേപോലെ ആയിട്ടിരിക്കുക. ഞാൻ സ്മിത. അപ്പം നമ്മുടെ പാചകത്തിൽ പോയാലോ, വായോട്ടാ. ഇനി നമ്മളുണ്ടല്ലോ ചിക്കൻ റോസ്റ്റ് ആട്ട വെക്കുന്നത്. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ചിക്കൻ എന്ന് പറയുന്നത് 3 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഞാൻ ഒഴിക്കുന്നത് നമ്മുടെ വിനാഗിരി. അപ്പൊ ചെറുനാരങ്ങ നീരായാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഒഴിക്കുന്നത് 2 ടീസ്പൂൺ വിനാഗിരി ആട്ടാ. അപ്പൊ അത് ആദ്യം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു 1/2 ടീസ്പൂണിന്റെ അടുത്തേക്ക് മഞ്ഞപ്പൊടി. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. പിന്നെ നമുക്ക് ഉപ്പ്, അതിപ്പോ 1 ടീസ്പൂൺ ഇട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ നന്നായി കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടാ. അപ്പൊ ആദ്യം നമ്മുടെ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചിക്കന്റെ എല്ലാ ഭാഗത്തേക്കും ആവേണ്ട പോലെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ പൊടികളൊക്കെ ഇട്ട് ചിക്കൻ്റെ എല്ലാവർത്തേക്കും ആയതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പൊ ഇഞ്ചി ഇതേപോലെ പേസ്റ്റ് എടുക്കുകയാണെങ്കിൽ 3 ടീസ്പൂൺ ഉണ്ടാവും. അതേപോലെ തന്നെ വെളുത്തുള്ളി ഉള്ളത് 3 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ, പേസ്റ്റ് രൂപത്തിൽ. നമുക്കിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചിക്കൻ്റെ എല്ലാവർത്തേക്കും ആവേണ്ട രീതിയിൽ തന്നെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി യോജിപ്പിച്ചെടുക്കണം കേട്ടാ. ഇപ്പൊ നോക്കിയേ, മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാവർത്തേക്കും ആയിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മൾ ഇങ്ങനെ തന്നെ ഒരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം കേട്ടാ. അപ്പൊ ഇത് ഞാൻ കൊണ്ടുവയ്ക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞു കേട്ടാ. നമ്മുടെ ചിക്കൻ ഞാനിത് അങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പൊ അതിനു വേണ്ടി നമുക്കിതാ തീ കത്തിച്ച് ഒരു ഉരുളി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ഉരുളി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ഉരുളി ചൂടായി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. അപ്പൊ മുങ്ങി കിടക്കേണ്ട രീതിയിൽ വെളിച്ചെണ്ണ ഒഴിക്കണം എന്നില്ല. നമുക്ക് വേഗമൊക്കെ സ്പീഡിൽ വറുത്തെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പല പ്രാവശ്യമായിട്ട് ചിക്കൻ ഉള്ളതിനനുസരിച്ച് കുറേശ്ശെ ഇട്ടിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചും വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെയാലും ചെയ്യാട്ടാ. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടാ. ഇനി നമുക്ക് ഒരു കുറച്ച് കഴിയുമ്പോ ഒന്ന് ചിക്കൻ അപ്പം തന്നെ മറിച്ചിട്ടോളാം. അല്ലെങ്കിൽ ഉരുളി പോലെ ഉള്ളതിലേക്ക് ആകുമ്പോഴേ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് ചൂടായി കഴിഞ്ഞ് ഒന്ന് മറിച്ചിട്ടാ പിന്നെ അടിയിൽ പിടിക്കില്ല കേട്ടാ. ചിക്കൻ ഇട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ തളയ്ക്ക് വന്നു കഴിഞ്ഞപ്പോ നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. എന്നിട്ട് ഇങ്ങനെ തന്നെ ഇനി കൂടുതൽ മൊരിയിച്ചെടുക്കില്ലേ നമ്മള്, അന്ന് അത്യാവശ്യത്തിന് ഒരു ഡ്രൈ ആയിട്ട് കിട്ടണ പോലെ. കാരണം കൂടുതൽ എന്താ പറയാ മൊരിഞ്ഞിട്ടുണ്ടെങ്കിലേ ചിക്കൻ കടിക്കുമ്പോൾ നല്ല ബലമായിരിക്കും. ആ രീതിയിലല്ലാട്ട് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ എടുക്കാറായിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു കൂടുതൽ ഡ്രൈ ആവില്ല. അപ്പൊ നമുക്കൊരു കളറൊക്കെ കണ്ടറിയാം. കണ്ടാ, ഇങ്ങനെ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ എടുക്കാം. നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടാവും കേട്ടാ. അപ്പൊ എപ്പോഴും ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇടുക. അപ്പൊ നമുക്ക് എണ്ണ വാർന്ന് കിട്ടും.
ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം കേട്ടാ. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ തീ കൂട്ടി ഇങ്ങനെ ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് പിന്നെ അവിടെ തിരിച്ചു മറിച്ച് നമ്മുടെ ഈ ഒരു കളർ ആവേണ്ട രീതിയിൽ വറുത്തെടുക്കാം കേട്ടാ. നമ്മുടെ ചിക്കൻ മുന്നത്തേതാ ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആക്കി തരാം. നോക്കിയേ, കണ്ട സുഖമായിട്ട് നമ്മുടെ ചിക്കൻ വെന്തുണ്ട് കേട്ടാ. അപ്പൊ ഈ ഒരു കളറാവുമ്പോ തന്നെ എടുത്തോളോ, കൂടുതൽ ഡ്രൈ ആക്കി എടുക്കരിക്കും കേട്ടാ. വീണ്ടും പറയാണ്, നമ്മുടെ നോക്കിയ രണ്ടാമത് ഇട്ട നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം കേട്ടാ. ഇനി നമ്മള് ഈ ചിക്കനിലേക്കുള്ള ബാക്കിയുള്ള മസാലകളൊക്കെ റെഡിയാക്കും ഇപ്പൊ തന്നെ. അപ്പൊ ഞാൻ ഈ ഉരുളിയിൽ വെച്ചിട്ട് തന്നെയാണ് റെഡിയാക്കുക. അപ്പൊ നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ ആവശ്യമില്ല. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ആക്കി ഞാൻ എടുക്കട്ടെ കേട്ടാ. ഇനി നമുക്കിതാ ഈ ഉരുളിയിൽ തന്നെ നമുക്ക് സബോള എടുക്കാം. അപ്പൊ ഒരു 8 സബോളയാണ് നമ്മൾ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും സബോള വഴറ്റി കിട്ടേണ്ട രീതിയിലുള്ളതാ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇതിൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനിതാ തീ കത്തിക്കുന്നുണ്ട്. അപ്പൊ വെളിച്ചെണ്ണയ്ക്ക് അത്യാവശ്യം ചൂടിലാണ് ഇരിക്കണേ. പക്ഷെ നമുക്ക് ഇതില് സബോള വാട്ടിനേക്കാളും മുന്നേ നമ്മളെ പെരുംജീരകം ഒന്ന് പൊട്ടി കിട്ടണം. അപ്പൊ ഒന്ന് വെളിച്ചെണ്ണ ചൂടാവട്ടെ കേട്ടാ. പിന്നെ നമ്മുടെ ഈ ചിക്കന് ഞാൻ പതുക്കെ ഇങ്ങോട്ട് ഒന്ന് ഇറക്കി വെക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോഴേ എന്റെ കയ്യനെ തട്ടി ചിലപ്പോ അത് പോവും മറിഞ്ഞ്. വെളിച്ചെണ്ണ ചൂടായിട്ട് അപ്പൊ അതിലേക്ക് നോക്കിയ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം. പെരുംജീരകം ഇതാ പൊട്ടി തുടങ്ങി. ഒപ്പം തന്നെ നോക്കിയേ കറുകപ്പട്ട 4 എണ്ണം കേട്ടാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറുകപ്പട്ടി ഒന്ന് ചൂടായോട്ടെ. കറുകപ്പട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മള് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതാ നീളത്തിൽ അരിഞ്ഞത് കേട്ടാ. ഇഞ്ചി ഒന്ന് ഒരിയട്ടെ. ഇഞ്ചിയൊക്കെ ഇട്ടതാ ഇഞ്ചി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നോക്കി നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഒരു 12 വെളുത്തുള്ളിയാണ് നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുത്ത് നോക്കാണ് കേട്ടാ. ഇനി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒന്ന് മൊരിയട്ടെ. നല്ല ഗോൾഡൻ കളർ ആവണം എന്നല്ല കേട്ടാ, എന്നാ നല്ലൊരു വാസനയ്ക്ക് വേണ്ടി നമുക്ക് ആ ഒരു രീതിയില്. വെളുത്തുള്ളി ഒക്കെ ഇട്ട് വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നോക്കി 3 പച്ചമുളക് ഇട്ട പഴുത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നോക്കിയാ എന്താ പറയാ മൊരിയണില്ല, പക്ഷെ നല്ലൊരു മണം. എല്ലാം കൂടി ആകുമ്പോ ഒരു പ്രത്യേക ഒരു മണം വരും കേട്ടാ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ 8 സബോളയാണ് നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുത്തോളിന്ന് അതിട്ട് കൊടുക്കും. ഈ സബോളി നല്ലൊരു മധുരരസം ആവണ വരെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടാ. നമ്മുടെ സബോളയ്ക്ക് ഇട്ടിട്ട് നോക്കിയാ കണ്ട ഇതേപോലെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോള നല്ലൊരു മധുരരസമായിരിക്കും കേട്ടാ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിതാ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ മുളക് പൊടി 1 2 3 ടീസ്പൂണ് മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുന്നേ കാശ്മീരി മുളകാണ് ഇട്ടിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് ഒരു എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒരു കളർ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ വറക്കാനായിട്ട് ഉപയോഗിച്ചതില്.
പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി ഇതാ മല്ലിപ്പൊടി 1 2 3. പിന്നെ മഞ്ഞപ്പൊടി ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതാ കുരുമുളക് നമ്മൾ കൂടുതലില്ല കേട്ടാ, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഗരം മസാല കേട്ടാ പൊടിച്ചത്, അതിതാ 1 ടീസ്പൂണും ഇതാ ഒരു 1/4 കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊടികളിലേക്ക് ഒരു പച്ചകുത്ത് പോണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതാ ഇളക്കി കൊടുത്ത സമയത്ത് ഞാനൊന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ട്. പൊടികളൊക്കെ ഇട്ടിട്ട് നോക്കിയേ, ആ ഒരു പച്ച കുത്തൊക്കെ പോയിട്ടുണ്ട്. നോക്കിയേ, നല്ലൊരു ഡാർക്ക് കളറായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 തക്കാളി നല്ല പേസ്റ്റ് പോലെ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് കൂടുതൽ ടൈം ഇളക്കണ്ട കേട്ടോ, അപ്പൊ തക്കാളിക്ക് ഒരു പുളി രസം വരും. വെറുതെ 1 മിനിറ്റ് ഒന്ന് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിത് അതിലേക്ക് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കണേ. ഇത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട, നമുക്കറിയാം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ ഒന്ന് ഇതിന്റെ ഒരു അളവ് അറിയണില്ലേ, ഏതാണ്ട് നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു അളവിലുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടാ. തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ സബോളയൊക്കെ നല്ല വെന്ത് ഇങ്ങനെ വരും. വെന്തതാണ്, പക്ഷെ ഈ വെള്ളത്തിൽ തിളച്ചിട്ട് വേവണേന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടാ. ഇത് വേവട്ടെ, നന്നായി തിളക്കട്ടെ. നോക്കിയേ, നന്നായി തിളച്ചങ്ങോട്ട് വരുമ്പോ നോക്കിയേ, എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തോളൂ കേട്ടാ. കാരണം ആദ്യം മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് ആവണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീ കുറച്ച് വയ്ക്കുന്നത്. ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട്, ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ ചിക്കൻ വറക്കണയിൽ മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ ഗ്രേവിയും സബോളയൊക്കെ ആയിട്ടൊരു ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതാ തീ ഒന്ന് കൂട്ടി വയ്ക്കാം കേട്ടാ. കൂട്ടി വെച്ചിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോണത് എന്താണെങ്കിൽ, ഇത് നമ്മുടെ കശുവണ്ടി കേട്ടാ. അപ്പൊ 20 കശുവണ്ടി നമ്മൾ അരച്ചതാണ്. അത് നമ്മളിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു തുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് കഴുകിയെടുക്കാം. ഇപ്പൊ ഒക്കെ തീയാട്ട ഇനി കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ തീ. എന്നിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ തന്നെ ഒന്ന് തിളക്കട്ടെ കേട്ടാ. തീ കൂട്ടിയാണ് വെക്കണേ, മൂടി ഒന്നും വെക്കണില്ല. ഇതേപോലെ ഒന്ന് ഒരു തള വരട്ടെ. ഇപ്പൊ നോക്കി നമ്മുടെ ചിക്കൻ ഇതാ ഒന്ന് തള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉണ്ടല്ലോ ഒരു നാളികേരത്തിന്റെ പാല് ഇട്ടാ. അപ്പൊ അതായത് ഒരു നാളികേരം ചെരുക്കിട്ട് ഞാനൊരു 1/2 ഗ്ലാസ്സിനേക്കുള്ള ഒരു തുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള നല്ല കട്ടിയുള്ള പാലാണ്. അത് നമ്മളിത് അതിൽ ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മള് ഈ ചാറൊക്കെ വറ്റിച്ചെടുക്കണം കേട്ടാ. വറ്റിക്കാന്ന് വെച്ചാൽ അങ്ങനെയല്ല, നല്ല കുഴമ്പ രൂപത്തിലാണ്. അപ്പൊ ഈ നാളികേരം പാലിൽ കിടന്നിട്ട് വേണം ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് ആയി വരാനായിട്ട്. മൂടി ഒന്നും വെക്കില്ല, തുറന്ന് തന്നെയാട്ടാ വെക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് റെഡി ആവട്ടെ. സാധാരണ നമ്മൾ നാളികേരം പാല് ഒഴിച്ച് കഴിഞ്ഞാൽ ഇറക്കല്ലേ ചെയ്യാം, പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കുഴമ്പ് ഒന്നും കൂടി നല്ല കട്ടിയാക്കി എടുക്കും. നന്നായിട്ട് തിളക്കട്ടെ. അപ്പൊ ഇതാ ചിക്കൻ തുറന്നൊക്കെ വെച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു. അതേപോലെ നോക്കിയാൽ ഈ ഒരു അളവില്
ഇത്ര ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ ഗ്രേവി. നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു ചിക്കൻ കറി കേട്ടാ. ചിക്കൻ കറിയല്ല, ചിക്കൻ റോസ്റ്റ് ആട്ടോ. നമ്മള് ഒരു നല്ല ഡ്രൈ ആവാത്ത രീതിയിൽ എടുക്കണ ഒരു ചിക്കൻ റോസ്റ്റ്. അപ്പൊ നന്നായിട്ടൊക്കെ അത് ഇളക്കി കൊടുത്ത് നമ്മുടെ ചിക്കൻ റെഡിയായി. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഷൈഡിനെ വിളിച്ചിട്ട് വരട്ടെ കേട്ടാ. കാണാൻ എന്താ രസം. ഓ കറിയില്ല നോക്കിയൊന്ന് കാണുമ്പോഴേ വെള്ളം വന്നു. അടിപൊളി കറിയാ. അത്ര രസാട്ടാ ശരിക്കും കറി. എന്നുണ്ട് ഇതില് ശരിക്കും ചോറിലേക്കും പറ്റൂട്ടോ. ഗ്രേവിക്ക് ഇല്ലേ ചോറ് കഴിക്കാനൊക്കെ ബെസ്റ്റ് അത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കറി അത്. ബിരിയാണിയിലേക്കും പറ്റൂട്ടാ ഈ ചിക്കൻ റോസ്റ്റ്. നല്ല രസാ. അപ്പൊ എല്ലാവരും ഒന്ന് ഇത് നോക്കിയോളോട്ടാ, വെച്ച് നോക്കിയോളോ. അത്ര രുചിയായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് തന്നെയാട്ടാ. നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്. പായല് വെള്ളം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഇറക്കിയത്.